السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ച് കൂടുതൽ അറിവും അവബോധവും തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി അറിയേണ്ടുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ മുമ്പിലൊരു വിഷയവും കൂടെയുണ്ട്. അത് നമ്മുടെ ആദർശവുമായി വളരെയധികം ബന്ധമുള്ള ചില കാര്യങ്ങൾ ആ വിഷയത്തിലുള്ളത് കൊണ്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരാമർശിക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ നാടിൻ്റെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. അതിൽ ആ റിസൾട്ടിലുണ്ടായ പ്രതിഫലനം അത് നമ്മൾ ശരിക്കും ഒന്ന് വിലയിരുത്തൽ അനിവാര്യമാണ്. നമ്മൾ ഒരു രാഷ്ട്രീയപരമായ വിഷയങ്ങളല്ല ചർച്ച ചെയ്യുന്നത്, മറിച്ച് അതിനകത്തൊരു ആദർശമുണ്ട്. ആ ആദർശം ഇസ്ലാമും ഇസ്ലാമിൻ്റെ ശത്രുക്കളും തമ്മിലുള്ള ആദർശമാണ്. ഞാൻ നമ്മുടെ പല ക്ലാസ്സുകളിലും പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഒരു കാര്യമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഏകദേശം 130 സ്ഥലങ്ങളിലായി പറഞ്ഞ പേരാണ് മൂസ അലൈഹിസ്സലാമിൻ്റെ പേര്. 130-ലധികം സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. മൂസാ നബിയുടെ എതിരിൽ നിന്ന വ്യക്തിയാണ് ഫിർഔൻ. ഫിർഔന്റെ പേര് വിശുദ്ധ ഖുർആനിൽ 74 ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 74 ഇടങ്ങളിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ 27 സൂറത്തുകളിലായിട്ടാണത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ശരിക്കും ഇപ്പോഴത്തെ സമകാലിക നമ്മുടെ വിഷയം, നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം ഹജ്ജുമായി ബന്ധപ്പെട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ പറയേണ്ടുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. പക്ഷേ ഈ വർത്തമാന വിഷയത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ എതിരാളിയായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവും അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എതിർത്ത വ്യക്തിയാണ് നമ്രൂദ്. വിശുദ്ധ ഖുർആനിൽ ഇത്രയധികം, അതായത് ആദർശ വിഷയത്തിൽ ഇത്ര കണിശത പറയുന്ന, അദ്ദേഹത്തിൻ്റെ മാർഗത്തെ പിൻപറ്റണം എന്ന് ഇത്ര ശക്തമായി പറഞ്ഞിട്ടും ഇബ്രാഹിം നബിയുടെ എതിരിൽ നിന്ന നമ്രൂദിന്റെ പേര് ഖുർആൻ പരാമർശിച്ചിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്രൂദിന്റെ പേരേ പറഞ്ഞിട്ടില്ല ഖുർആനിൽ. എന്നാൽ മൂസ അലൈഹിസ്സലാമിന്റെ വിഷയം വന്നിടത്ത് ഫിർഔന്റെ പേര് 74 ഇടങ്ങളിൽ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വിഷയത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ ചില ചരിത്രങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൽ അനിവാര്യമാണെന്ന് പറഞ്ഞത്. ചരിത്രം വിശുദ്ധ ഖുർആനിൽ 5 വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പരാമർശിക്കാറുള്ളത്. അതിൽ ഒന്നാമത്തേത്, ചരിത്രബോധമില്ലാതെ നടക്കുന്ന ആളുകൾ, നമ്മുടെ മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആൾക്കാർ, അവർക്ക് ചരിത്രപരമായിട്ടുള്ള വിഷയങ്ങളൊന്നും അറിവുണ്ടാകൂല. അങ്ങനെ നടക്കുന്ന ആളുകൾ അവരുടെ അശ്രദ്ധ മാറ്റിയിട്ട് അവരെ ശ്രദ്ധയുള്ളവരാക്കി തീർക്കാൻ വേണ്ടി ഖുർആൻ ചരിത്രം പറയും. അള്ളാഹു പറഞ്ഞു, സൂറത്ത് യൂസുഫ് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞു,
നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, നാം നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ചരിത്രം പറഞ്ഞു തരാം. ആ ചരിത്രം ബിമാ ഔഹൈന ഇലൈക ഹാദൽ ഖുർആൻ, ഈ ഖുർആനിൽ നാം വഹി നൽകുന്നതിലൂടെ അങ്ങക്ക് കുറച്ച് ചരിത്രങ്ങൾ പറഞ്ഞു തരാം. അത് വ ഇൻ കുന്ത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ, നിങ്ങൾ ഇതിനു മുമ്പ് ശ്രദ്ധയില്ലാതെ നടക്കുന്ന ആളാണ് എങ്കിൽ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാൻ. കാരണം ചരിത്രത്തിലൂടെ നമുക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ഒരുപാട് ആദർശപരമായ പുരോഗമനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിലെ വിഷയങ്ങളെ നമ്മൾ ചരിത്രങ്ങളുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തണം. വിശുദ്ധ ഖുർആനിൽ ചരിത്രം പറയുന്ന ഒരു ഭാഗത്ത് കാണാം, വഖുസുൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ, ചരിത്രങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും, അവർ ചിന്തിക്കും, ചിന്ത വളരാൻ ചരിത്രം നല്ലതാണ്. മറ്റൊരിടത്ത് കാണാം, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ, മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രം അങ്ങക്ക് ഞാൻ എല്ലാ ചരിത്രവും പറഞ്ഞു തരാം. അതെന്തിനാ? മാ നുസബ്ബിതു ബിഹി ഫുആദക, അങ്ങയുടെ ഹൃദയത്തിനൊരു സ്ഥൈര്യത കിട്ടാൻ വേണ്ടിയാ, ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടി. അപ്പൊ ചരിത്രം കൊണ്ട് നമ്മുടെ ഈമാനിന് ഒരു ഉറപ്പ് കിട്ടും. അതുപോലെ തന്നെ വമൗഇലത്തുൻ, ചരിത്രം ഉപദേശമാണ്. അതുപോലെ തന്നെ ചരിത്രം വദിക്റാലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ ചരിത്രങ്ങൾ പറയുന്നത് ഈ 5 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടെയാണ് ഈ ഫിർഔന്റെയും മൂസാ നബിയുടെയും ചരിത്രം ഖുർആൻ നമുക്ക് ഈ 5 വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു തരുന്നു. സത്യത്തിൽ ലോക ചരിത്രങ്ങൾ മുഴുവൻ എടുത്തു പരിശോധിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തെ തകർക്കാൻ വന്ന ആളുകൾക്കെല്ലാം സമാനമായ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം, ലാ ഇലാഹ ഇല്ലല്ലയെ തകർക്കാൻ വരുന്ന ആളുകൾ, അവർ എപ്പോഴും 3 ടീം ഉണ്ടാകും, 3 ആളുകൾ ഉണ്ടാവും. ആ 3 ആളുകൾ ഒരുമിച്ചായിരിക്കും ഉണ്ടാകുക. അത് നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചാൽ കാണാൻ കഴിയും. അവിടെ ഈ ഫിർഔന്റെ ചരിത്രം എടുത്ത് നോക്കാം നമുക്ക്. ആ 3 ആളുകൾ ഫിർഔന്റെ ചരിത്രത്തിലുണ്ടായി. ഒന്ന്, ആ രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരി, അത് ഫിർഔനാണ്. രണ്ടാമത്തേത്, ആ ഭരണാധികാരിയുടെ പിന്നിലുള്ള ഒരു മാസ്റ്റർ ബ്രെയിൻ, അതുണ്ടാവും. അത് ആരാണ്? ഖാറൂനാണ്. മൂന്നാമത്തേത്, ഈ ഭരണാധികാരിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സമ്പന്നൻ, അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഹാമാനാണ്. കണ്ട 3 ആളുകൾ. അല്ലല്ല, ശരി ശരി, ഖാറൂനാണ് സമ്പന്നൻ, ഹാമാനാണ് അവരുടെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുണ്ടായിരുന്നത്. ഈ 3 രീതി എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലും ഈ 3-ൽ നിന്ന് മാറിയിട്ടില്ല. അതിൽ ഭരണാധികാരി എടുക്കാം, ഫിർഔൻ. വിശുദ്ധ ഖുർആനിൽ ഫിർഔന്റെ പേര് പരാമർശിക്കുമ്പോ ആ ഖുർആനിന്റെ ആ ആയത്തുകൾ വിശദീകരിക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്. ഇസ്ലാമിന്റെ മറ്റു ഒരു ശത്രുവിന്റെയും പേര് അവിടെ പറഞ്ഞില്ല, മറിച്ച് ഫിർഔന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ലികുല്ലി ഉമ്മത്തിൻ ഫിർഔൻ, എല്ലാ സമുദായത്തിനും ഒരു ഫിർഔനുണ്ട്. വഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ ഫിർഔൻ അബൂജഹൽ ഇബ്നു ഹിഷാം, അബൂജഹലാണ്. 2 കുട്ടികളാണല്ലോ അബൂജഹലിനെ വെട്ടിവീഴ്ത്തിയത്.
ബദർ യുദ്ധത്തില് 2 കുട്ടികൾ വെട്ടി വീഴ്ത്തി. ആ 2 കുട്ടികളുടെ വെട്ടേറ്റ് വീണതിന് ശേഷം അബൂജഹൽ മരണപ്പെട്ടിരുന്നില്ല. അബൂജഹല് മരണപ്പെട്ടോ എന്നറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടി എന്ന വിവരം ഈ കുട്ടികൾ വന്ന് പറഞ്ഞു. അതിൽ ഒരാൾ വന്ന് പറഞ്ഞു, ഒരാൾ ആ യുദ്ധത്തിൽ ഷഹീദാകുകയും ചെയ്തിരുന്നു. വെട്ടി വീണിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന്റെ ഒടുവിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയാണ് അയച്ചത്. അയാൾ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് ഉറപ്പിച്ചിട്ട് വരാൻ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആളാണ്. നബിയുടെ സഹാബിമാരുടെ കൂട്ടത്തിൽ ഹൈറ്റ് കുറഞ്ഞ ആളാണ്. നമ്മുടെ കൂട്ടത്തിൽ നല്ല ഹൈറ്റ് ഉള്ള ഒരാൾ ഇരുന്നാൽ എത്ര പൊക്കമുണ്ടോ അത്ര പൊക്കേ അദ്ദേഹം നിന്നാലുണ്ടാവുള്ളൂ. കാലൊക്കെ മെലിഞ്ഞുണങ്ങിയ ആളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുമ്പോൾ അത് കൃത്യമായ അറിവോടുകൂടെ തന്നെയാണ് അയക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരാളെ അല്ല അയച്ചത്. അബൂജഹല് വീണ് കിടക്കുന്നിടത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയി കണ്ടു. അബൂജഹല് എന്ത് ചെയ്തിട്ടില്ല, മരണപ്പെട്ടിട്ടില്ല, മരണാസന്നനായി കിടക്കുകയാണ്. അപ്പോ അബൂജഹലിന്റെ ഒരു സംസാരമുണ്ട്, എന്നെ നീ അറക്കണം, കഴുത്ത് നീട്ടി മുറിക്കണം, എന്നിട്ട് എന്റെ തല വലിച്ച് മുഹമ്മദിന്റെ മുമ്പിൽ കൊണ്ടുവിടണം, എന്റെ തല കണ്ടിട്ട് അവൻ ഭയപ്പെടണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ശരിക്കും അയാളെ കൊല്ലണത്. ഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ആരോഗ്യവും ഹൈറ്റൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളോട്. എന്നാൽ അബൂജഹൽ എന്ന് പറഞ്ഞ ആള് ഒറ്റൊരാളാണ്, നല്ല ആരോഗ്യമുള്ള നല്ല ഹൈറ്റുള്ള വെയിറ്റ് ഉള്ള ആളാണ്. അയാളുടെ ശരീരഘടന പറയുന്നിടത്ത് കാണാം, കുതിരയുടെ മുകളിൽ അബൂജഹൽ കയറിയിരുന്നാൽ കാല് നിലത്ത് മുട്ടുമായിരുന്നു. അപ്പൊ അയാളുടെ വെയിറ്റ് എത്ര ഉണ്ടാവും? അയാളെ കൊല്ലാൻ പോയ ആളാരാണ്? ഇത്രയുള്ള ആളാണ്. ഇത്രയധികം നിന്യത ഒരു മനുഷ്യന് വേണ്ടി വരില്ലല്ലോ. ഈ ദീനിന്റെ ശത്രുക്കളുടെ നിന്യത, ആ നിസ്സാരന്മാരായി ഇല്ലാതെയായ ചരിത്രങ്ങൾ ഒരുപാട് വായിക്കാൻ കഴിയും. അങ്ങനെ അബൂജഹൽ മരിച്ചു എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അൽഹംദുലില്ലാ, അല്ലാഹുവിന് സ്തുതി, ഈ ഉമ്മത്തിന്റെ ഫിർഔൻ മരണപ്പെട്ടിരിക്കുന്നു, കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പൊ ഈ ഫിർഔന്റെ പേരിലേക്ക് ചേർത്തുകൊണ്ടാണ് ശത്രുക്കളെ പറയുന്നത് മുഴുവനും, ഇസ്ലാമിന്റെ ശത്രുക്കളെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫിർഔന്റെ കരുത്ത്, അത് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത് കാണാം. അയാൾ നിസ്സാരക്കാരനല്ല. അൽ ഗിസ്സയിലെ പിരമിഡുകൾ നിങ്ങളൊന്ന് ചരിത്രം വായിച്ചറിയാം. ഏകദേശം 52,600 സ്ക്വയർ മീറ്റർ ആണ് ഒരു പിരമിഡിന്റെ അസ്ഥിവാരം ഏകദേശം. അതില് പാകിയിരിക്കുന്ന കല്ലുകൾ എന്ന് പറഞ്ഞാല് ഏകദേശം 80 ടൺ വെയിറ്റ് ഉണ്ട് ഓരോ കല്ലുകൾക്കും. 80 ടൺ വെയിറ്റ് ഉണ്ട് ഒരു കല്ലുകൾ. ഈ കല്ല് കൊണ്ടുവന്നിരിക്കുന്നത് 800 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ്. അഡ്വൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ കല്ലുകൾ കൈറോയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ 800 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് 52,600 സ്ക്വയർ മീറ്റർ ചുറ്റളവുള്ള അസ്ഥിവാരം പാകാൻ പാകത്തിനുള്ള കല്ലുകൾ, 80 ടൺ വലിപ്പമുള്ള കനമുള്ള കല്ലുകൾ കൊണ്ടുവരണമെങ്കിൽ ഇയാളുടെ ടീമിന്റെ പവർ എത്രയായിരിക്കും? ഇന്നത്തെ ടെക്നോളജി ഇല്ലാത്ത കാലഘട്ടമാണ്. അത്രയും പവർഫുള്ളാണ് അയാൾ. അയാളുടെ ആജ്ഞാശക്തി അത്രത്തോളം ഉണ്ട്. അപ്പോ അയാളുടെ അന്നത്തെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളതായ പിരമിഡുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? ഒന്നുമില്ല, അയാളുടെ വലിപ്പവും അയാളുടെ പ്രതാപവും കാണിക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ ഒരു ഫിർഔന്റെ ഒരു സ്വഭാവമുണ്ട്.
ഫിറോന്റെ പേരൊന്നും പറയണ്ട. ഇന്നത്തെ ഫിറോന്റെ സ്വഭാവം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ നാട്ടില് ഇന്ത്യ രാജ്യം അതിസമ്പന്ന രാജ്യമല്ല. ഇന്ത്യയിലെ ബഹുകോടികളും ദരിദ്രന്മാരാണ്. ഈ ദരിദ്രന്മാരുള്ള നാട്ടില് 3000 കോടിയും 4000 കോടിയും മുടക്കിയിട്ടാണ് പ്രതിമകൾ ഉണ്ടാക്കുന്നത്. പ്രതിമകൾ ഉണ്ടാക്കുന്നതിലാണ് ഇന്നത്തെ ഫിർഔൻ എന്ത് ഹരം. സമാനതകൾ ഒരുപാടാണ്. അവന്റെ നിലനിൽപ്പിനായി, ഫിർഔന്റെ നിലനിൽപ്പിനായി അന്ന് അവർ ചെയ്തിരുന്നത് വർഗീയതയായിരുന്നു. ഫിർഔന്റെ നിലനിൽപ്പിന് വേണ്ടി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ഫിർഔന അലാ ഫിൽ അർള്, ഫിർഔൻ ഭൂമിയിൽ പൊങ്ങച്ചം കാണിച്ചു. വജഅല അഹ്ലഹാ ശിയഅ, അവൻ തൻ്റെ ആളുകളെ പല ഗ്രൂപ്പുകളായി, പല വിഭാഗങ്ങളായി തിരിച്ചു. ഇന്നത്തെ ഫിർഔനും ഇക്കാലഘട്ടത്തിൽ ഫിർഔൻ അത് ചെയ്യുന്നുണ്ട്. പല വിഭാഗങ്ങളായി ജനങ്ങളെ തിരിച്ചു. അതിൽ യസ്തളിഫു ത്വായിഫൻ മിൻഹും, അവരിൽ ഒരു വിഭാഗം ആളുകളെ ദുർബലരാക്കി, അവരെ ഒന്നിനും പറ്റാത്ത രീതിയിലേക്ക് അവർ അടിച്ചൊതുക്കി. വയുദബ്ബിഹു അബ്നാഅഹും, അവരിലുള്ള ആൺമക്കളെ കൊന്നു. വയസ്തഈ നിസാഅഹും, സ്ത്രീകൾക്ക് ജീവിക്കാൻ അനുവദിച്ചു. ഇങ്ങനെ ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ കലാപകാരികൾ ആവുകയും ചെയ്തു, കലാപകാരികൾ പെട്ടവനാവുകയും ചെയ്തു. 400 കൊല്ലാണ് അയാൾ ജീവിച്ചത്. ഈ 400 കൊല്ലം കൊണ്ട് ആ സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും ചിന്ന ഭിന്നമാക്കിയിട്ടാണ് അയാൾ ജീവിച്ചത്. ഗ്രൂപ്പുകളാക്കി, കക്ഷികളാക്കി, പല വിഭാഗങ്ങളാക്കി അവരെ അടിച്ചമർത്തി, ഒരു വിഭാഗം തന്നോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് അന്ന് ഫിർഔൻ ജീവിച്ചത്. അതാണ് ഒന്നാമത്തെ ഇസ്ലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ശത്രുക്കളിലെ ഒന്നാമത്തെ ടീം. അതാണ്. രണ്ടാമത്തേത് ഹാമാനാണ്. രണ്ടാമത്തെ ഹാമാൻ എന്ന് പറയുമ്പോൾ ഇവന്റെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ട് പ്രവർത്തിച്ചിരുന്നത് ഹാമാനാണ്. ഇന്നത്തെ ഫിർഔനും എക്കാലഘട്ടത്തിൽ ഫിർഔനും ഈ രണ്ടാമനും ഉണ്ടായിട്ടുണ്ട്. മാസ്റ്റർ ബ്രെയിൻ ആയിട്ട് ഒരാളുണ്ടാകും. പ്രത്യക്ഷത്തിൽ അവൻ അത്ര കാര്യമായിട്ടുണ്ടാകൂല. വസീർ ഫിർഔൻ എന്നാണ് ഈ ഹാമാനെ സംബന്ധിച്ചിടത്തോളം ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. പരിശുദ്ധ ഖുർആനിൽ 6 ഇടങ്ങളിൽ ഹാമാന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഇത് പറയുമ്പോൾ നമ്മൾ അതിന്റെ ചരിത്രത്തിന്റെ പിന്നിലേക്കൊന്ന് പോണം. ഫിർഔനിനെ അധികാരത്തിൽ എത്തിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവൻ ആരാ? ഹാമാനാണ്. ഫിർഔന്റെ ചരിത്രം താരീഖുകളിൽ കാണാൻ കഴിയും. ഫിർഔൻ അവിടുത്തെ ശ്മശാന കാവൽക്കാരനായിരുന്നു. ഇന്നത്തെ ഫിർഔൻ മുമ്പ് ആരായിരുന്നു എന്ന് നമുക്കറിയാം. അന്നത്തെ ഫിർഔൻ അവിടുത്തെ ശ്മശാന കാവൽക്കാരനായിരുന്നു. അതായത് ശ്മശാനങ്ങളിൽ ശവം വരുമ്പോൾ അത് അടക്കം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, ഈ മമ്മികൾ ഉണ്ടാക്കുക പോലുള്ള കാര്യങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക. അതിന് അയാൾക്ക് കിട്ടിയിരുന്നത് ഒരു നാണയമാണ് കൂലി. ആ കാലഘട്ടത്തിൽ അവിടെ വ്യാപകമായ രീതിയിൽ ഒരു പകർച്ചവ്യാധി ഉണ്ടായി. ആ പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്തു? ഒരുപാട് കാശ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ കാശ് കിട്ടി സമ്പന്നനായ അയാൾ, ആ സമ്പന്നതയാണ് അന്നത്തെ ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ ഏറാൻ ഈ ഹാമാൻ ഇയാളെ സഹായിച്ചത്. ഇങ്ങനെ ഓരോ ഇന്നത്തെ ആളുടെ ചരിത്രം നമ്മൾ പറയുമ്പോഴും ഏകദേശം ഇതേപോലെ സമാനതകളുണ്ട്. ഇതിനു മുമ്പ് ഏത് ഫിർഔന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ടോ ആ ഫിർഔന്മാർക്കെല്ലാം ഇതുണ്ട്. മതചിട്ടകളിൽ ജീവിച്ച് ശക്തമായി ജീവിച്ചിരുന്ന ബനു ഇസ്രായേൽക്കാരുടെ കരുത്ത് അവരുടെ മതചിട്ടയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മതചിട്ടയിൽ നിന്ന് അവരെ തകർക്കുക എന്നുള്ളതായിരുന്നു ഹാമാൻ ഉണ്ടാക്കിയ തന്ത്രങ്ങൾ. അതിനു വേണ്ടി ഫിർഔൻ ഹാമാനോട് പറഞ്ഞു, ഇവരുടെ ഈ മതവിശ്വാസത്തെ തകർക്കണം. അവരുടെ വിശ്വാസം ഒരു അള്ളാഹു ഉണ്ട്, ഒരു റബ്ബുണ്ട്, ആ റബ്ബാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, ഇതൊക്കെയാണ് അവരുടെ വിശ്വാസം. ഇത് തകർക്കണം. തകർക്കാൻ എന്താ ചെയ്യേണ്ടത്? ഫിർഔൻ ഹാമാനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹൽ മലഉ മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, അല്ലയോ നേതാക്കന്മാരെ, ഞാനല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്കുണ്ടോ? ഫഔഖിദ് ലി യാ ഹാമാൻ അല ത്വീൻ,
അല്ലയോ ഹാമാനെ, ഇഷ്ടിക കൊണ്ട്, മണ്ണ് കുഴച്ച് ഇഷ്ടിക കൊണ്ട് നീ എന്ത് ചെയ്യുക, ഇഷ്ടിക കലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടൊരു ഗോപുരം ഉണ്ടാക്കുക. ഫജ്അല്ലി സർഹ, ഉന്നത സൗധം, ഗോപുരം ഉണ്ടാക്കുക. ലഅല്ലി അത്തലിഉ ഇലാഹി മൂസ, ഞാൻ അതിന്റെ മുകളിൽ കയറിയിട്ട് മൂസയുടെ ഇലാഹിനെ ഒന്ന് കാണട്ടെ. അങ്ങനെയാണ് ഹാമാൻ എന്ത് ചെയ്തത്? വലിയൊരു കെട്ടിടം ഉണ്ടാക്കി കൊടുത്തു, വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി. ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ കയറി. ചരിത്രത്തിൽ കാണാം, ഫിർഔൻ ഇതിന്റെ മുകളിൽ കയറിയിട്ട് അമ്പ ചെയ്ത് അള്ളാനെ കൊന്നിട്ട് വന്നു എന്ന് അവൻ ഇവിടെ ബനൂ ഇസ്രായേൽക്കാരോട് പറഞ്ഞു. അവരുടെ വിശ്വാസത്തെ തകർക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഞാൻ ഒരു ജൈവിക സൃഷ്ടിയല്ല എന്ന് വരെ നമ്മുടെ ഇന്നത്തെ ഫിർഔൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ദൈവത്തിന് സമാനമായി നോക്കാലോക്കണം. അനറബുക്കും ലായലയിലേക്ക് തുല്യമായ വാദമാണ് അയാൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടോ ഇവിടെ അന്നത്തെ കാലത്തെ മുസ്ലിമീങ്ങൾക്കെതിരെ ദുർബലമായ വാദങ്ങൾ ഉണ്ടാക്കി. എക്കാലഘട്ടത്തിലും ഫറോവമാരും ഹാമാന്മാരും മുസ്ലിമീങ്ങൾക്കെതിരെ ദുർബലമായ വാദം ഉണ്ടാക്കുമായിരുന്നു. എന്തെല്ലാം മ്ലേച്ഛമായ വാദങ്ങളാണ് പറഞ്ഞത്. ഒരു ഉന്നതമായ പദവിയിലിരിക്കുന്ന ആൾക്ക് ചേർന്ന വാക്കുകളാണ് ഉപയോഗിച്ചത്. അല്ല, മൂന്നാമത്തവനാണ് ഖാറൂൻ, സമ്പന്നൻ. ഖാറൂൻ എപ്പോഴും, അതായത് ആ പദവിയിൽ ഇരിക്കുന്ന ആളുകൾ എപ്പോഴും ഒരു സ്ഥലത്ത് ഉറച്ചു വെക്കൂല. അവൻ അങ്ങനെ അവനക്ക് ചാൻസ് കിട്ടുന്നിടത്തൊക്കെ മാറിക്കൊണ്ടിരിക്കും. സത്യത്തിൽ ഖാറൂൻ ആരാണ്? ഖാറൂൻ ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ, മൂസയുടെ കൗമിൽപ്പെട്ട മുസ്ലിം ആയിരുന്നു ഖാറൂൻ. മൂസ അലൈഹിസ്സലാം ദരിദ്രനായ ഖാറൂന് വേണ്ടി പ്രാർത്ഥിച്ചു. ഖാറൂനെ സമ്പന്നനാക്കി. ഖാറൂൻ സമ്പന്നനായി, അതിസമ്പന്നനായി വളർന്നതിന് ശേഷം ആണ് പിന്നീട് അവൻ കാലുമാറുന്നത്, ഫിർഔനോടൊപ്പം കൂടുന്നത്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം, അവന് ധിക്കാരം കാണിച്ചു. വആതൈനാഹു മിനൽ കുനൂസി, അവന് ഒരുപാട് നിധികളുടെ ശേഖരം നാം കൊടുത്തു. ഇന്ന മഫാത്തിഹഹു ലതനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ, അവന്റെ ഈ ഖജനാവുകളുടെ താക്കോലുകൾ, ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചത്, താക്കോൽ എന്നുള്ളത് ഖജനാവുകളുടെ അവരുടെ ഇതിന്റെ വലിപ്പമല്ല പറഞ്ഞത്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് സമ്പന്നന്മാരെ പറ്റി പറയുമ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ എണ്ണ പറയണത് അല്ലേ. ഇത്ര കോടി ആസ്തി എന്നതിനേക്കാൾ ഉപരി അവർ ഇത്ര ബാങ്കുകളുടെ അക്കൗണ്ടുകൾ, ഇന്ന ബാങ്കിൽ അക്കൗണ്ടുള്ള ആളാണെന്നൊക്കെ പറയും. സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സമ്പത്തിന്റെ ആധിക്യാണ് കാണിക്കുന്നത്. ഇന്ന മഫാത്തിഹു ലതനൂഉ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ്വ, അതിശക്തന്മാരായ മല്ലന്മാർക്ക് ചുമക്കാൻ പാകത്തിനുള്ള താക്കോലുകളുടെ കൂട്ടം ഉണ്ടായിരുന്നു അവന്. അപ്പൊ അത്രയും താക്കോലുകളുടെ എന്ന് പറഞ്ഞ അതിനർത്ഥം അത്രയും സമ്പത്ത് ഉണ്ടായിരുന്നു. സമ്പത്ത് അധികമായപ്പോൾ അവൻ ഫിറഔന്റെ കൂടെ കൂടി. വിശുദ്ധ ഖുർആൻ ഇവരുടെ ഈ മുക്കൂട്ട് മുന്നണിയെ കൃത്യമായി നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട്. സൂറത്തിലെ അങ്കബൂത്തില് 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വഖാറൂന വഫിർഔന വഹാമാന. അവിടെ ഖുർആൻ ഓർഡർ കൊടുത്തത് ആരെയാ? ഖാറൂനെ ആദ്യം പറഞ്ഞു, രണ്ടാമത് ഫിർഔനെ പറഞ്ഞു, മൂന്നാമത് ഹാമാനെ പറഞ്ഞു. അതായത് ഫിർഔന്റെ ഇടവും വലവുമായി കൊണ്ട് ഈ രണ്ടു പേര് പറഞ്ഞു. മറ്റൊരായത്തിൽ അല്ലാഹു തആല ഇലാ ഫിർഔന വഹാമാന വഖാറൂന, ഇവരുടെ പദവി പറഞ്ഞു. ഫിർഔൻ, പിന്നെ ഹാമാൻ, പിന്നെ ഖാറൂൻ. ഈ സമാനതകളെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അവർ മൂസാ നബിക്കെതിരെ ഒരുപാട് തന്ത്രം മെനഞ്ഞു. സമ്പത്തിലും അധികാരത്തിലും മതിമറന്ന് അത് രണ്ടും ശാശ്വതമാകുമെന്ന് അവർ കരുതി. ഖാറൂൻ തന്റെ വിഹിതം, പരലോകത്ത് തനിക്ക് കിട്ടുന്ന വിഹിതത്തെ മറന്നു. ദുനിയാവിലുള്ള കാലാവധി മറന്നു. ഇങ്ങനെ ഇവൻ മതിമറന്ന് ജീവിക്കുന്ന ആ അവസ്ഥ കണ്ടപ്പോൾ ജനങ്ങൾക്കൊരു പൂതിയായി. അങ്ങനല്ലേ? ഇവരുടെ ഇപ്പോഴത്തെ ഈ അധികാരവും പ്രതാപവും ഒക്കെ കാണുമ്പോൾ നമ്മുടെ കൂട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ എന്നാ പിന്നെ എന്താ അവരുടെ കൂടെ കൂടിയാല്, അങ്ങനെ പോയി കൂടിയ ആൾക്കാരുണ്ട്. ഈ ടീമിന്റെ കൂടെ പോയി കൂടിയ ആൾക്കാരുണ്ട്. അഡ്രസ്സ് പോലും ഇല്ല ഇപ്പൊ അവരുടെ.
എവിടെ പോയിന്ന് പോലും അറിയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇത് ഖാല ലഹു ഖൗമുഹു, ഖൗം അവരുടെ ജനത പറഞ്ഞ സന്ദർഭം ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്. ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, മതി മറക്കണ്ട, അള്ളാഹു മതി മറക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറത, അള്ളാഹു നിനക്ക് പരലോകത്തേക്കുള്ളതായ വിഹിതത്തെ പറ്റി നീ എന്ത് ചെയ്യുക, ചിന്തിച്ച് മനസ്സിലാക്കുക. വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിലെ വിഹിതം നീ മറക്കാതിരിക്കുക. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അള്ളാഹു നിങ്ങളോട് നല്ല രീതിയിൽ വർത്തിച്ചതുപോലെ നിങ്ങളും അള്ളാഹുവിനോട് നല്ല രീതിയിൽ വർത്തിക്കുക. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. ഈ ഉപദേശം ഖാറൂന് ഇഷ്ടായില്ല. ഖാറൂൻ മുതലാളി പറഞ്ഞു, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇത് ഞാൻ അധ്വാനിച്ച് എൻ്റെ ചിന്തയും എൻ്റെ ബുദ്ധിയും ഉപയോഗിച്ചുണ്ടാക്കിയ സമ്പത്താണ്. അങ്ങനെ അവൻ തൻ്റെ സമ്പത്തിന്റെ വലിപ്പം കാണിക്കാൻ ഫഖറജ അലാ ഖൗമിഹി ഫീ സീനത്തിഹി, അവന്റെ എല്ലാ സമ്പത്തും പുറത്തെടുത്ത്, എന്നിട്ട് അവൻ എന്ത് ചെയ്തു, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി. സമ്പത്തിന്റെ ആധിക്യവും അതിന്റെ അലങ്കാരങ്ങളും അതിന്റെ ഗാംഭീര്യവും കണ്ടപ്പോൾ ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയ, ഭൗതിക ജീവിതം ലക്ഷ്യം വെച്ച ആളുകൾ പറഞ്ഞു, യാ ലൈത ലനാ മിത്ല മാ ഊതിയ ഖാറൂൻ, ഖാറൂന് കിട്ടിയതുപോലെ നമുക്കും കിട്ടിയിരുന്നെങ്കിൽ. ഇന്നഹു ലദൂ ഹദ്ദിൻ അദീം, അത് വല്ലാത്തൊരു ഭാഗ്യാണ്. ഖാറൂൻ മുതലാളിക്ക് കിട്ടിയതുപോലത്തെ നമുക്കും കിട്ടിയ വലിയൊരു ഭാഗ്യാണ്. പക്ഷെ വിവേകമുള്ള ആളുകൾ പറഞ്ഞു, വൈലക്കും സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ആമന വഅമില സ്വാലിഹ, അള്ളാന്റെ പ്രതിഫലമാണ് വിശ്വസിച്ച ആളുകൾക്കും അമലു സ്വാലിഹാത്ത് ചെയ്യുന്ന ആളുകൾക്കും ഏറ്റവും ഖൈർ. വലാ യുലഖാഹ ഇല്ല സ്വാബിറൂൻ, അത് ക്ഷമയുള്ളവർക്കേ കിട്ടുള്ളൂ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാറൂൻ മുതലാളിനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ ആദ്യം അള്ളാഹ് കൈകാര്യം ചെയ്തത് ഖാറൂൻ മുതലാളിനെ. ഖാറൂൻ മുതലാളിനെ അള്ളാഹു ഇടപെട്ടത് എങ്ങനെയാ? ഫഖസഫ്നാ ബിഹി വബിദാരിഹി അൽ അർള, അവനെയും അവന്റെ വീടിനെയും അള്ളാഹു തആല ഭൂമിയിൽ താഴ്ത്തി കളഞ്ഞു. കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു, അവനെ ഒരു നിലയിലും സഹായിക്കാൻ ആരും വന്നില്ല, ഒരു ഭാഗത്തു നിന്നും സഹായിക്കാൻ ആരുണ്ടായില്ല. നിങ്ങൾക്ക് ഇപ്പോഴും ഈ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ അവസരം കിട്ടിയാൽ കാണാം, 330 മുറികളുള്ള അവന്റെ കൊട്ടാരത്തിന്റെ ശേഷിപ്പ് ഇപ്പോഴും ഉണ്ട്. ഇബ്നു തുലൂൻ, അൽഫ എന്ന പ്രദേശങ്ങൾ, അവന്റെ സമ്പത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇന്നും കാണാൻ കഴിയും. 3 നിലയിലുണ്ടായിരുന്ന അവന്റെ വീട് 2 നില അള്ളാഹു താഴ്ത്തി കളഞ്ഞു. 1 നില ഇപ്പോഴും ഭൂമിയുടെ മുകളിലുണ്ട്, പോയാൽ കാണാൻ കഴിയും. ബിർക്കത്ത് ഖാറൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖാറൂന്റെ തടാകം, ഖാറൂൻ മുതലാളിയുടെ തടാകം ഇപ്പോഴും ശേഷിക്കുന്നുണ്ട് അവിടെ. ആ തടാകത്തിലൂടെ ആയിരുന്നു അവന്റെ പോക്കുവരവുകൾ, പല ഇടപാടുകൾ നടത്തിയിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വിഷയത്തെയും കൈകാര്യം ചെയ്യുന്നത് വളരെ യുക്തിപരമായിട്ടായിരിക്കും. ഇസ്ലാമിക ചരിത്രങ്ങൾ, ഓരോ ചരിത്രങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ആ യുക്തിപരമായ ഇടപെടലിന്റെ ഓരോ രീതികളും നമുക്ക് കാണാൻ കഴിയും. ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാം, ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോ അൽ ഉലയിലെ മദായിൻ സാലിഹ് ചരിത്രം ഒന്ന് വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്തായിരുന്നു അവിടുത്തെ സംഭവം ഉണ്ടായത്? അൽ ഉലയില് മദായിൻ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3500-4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ്. ഇത് ഈസാ നബിക്ക് മുമ്പുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു 4000-5000 കൊല്ലത്തിന്റെ മുകളിൽ ആ ചരിത്രമുണ്ട്, അതിന്റെ ബാക്കിയായിട്ട് കിടക്കുന്നുണ്ട്. സ്വാലിഹ് നബിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ അന്ന് അറേബ്യയിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു അൽ ഉല.
ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾക്ക് പോകുവാനും വരുവാനും ഉള്ള വിശാലമായ സൗകര്യം. യഥേഷ്ടം വെള്ളം കിട്ടിയിരുന്നു, ഒരുപാട് വെള്ളം കിട്ടി. അങ്ങനെ ഏറ്റവും സമൃദ്ധമായ ഒരു പ്രദേശം, ഏറ്റവും കൂടുതൽ കൊടുക്കൽ വാങ്ങലുകൾ നടന്നിരുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്തിലേക്കാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നത്. സ്വാലിഹ് നബി അലൈഹി സ്വലാം വന്നു, ആ ജനങ്ങളെ ദഅവത്ത് നടത്തി. അവർ ചോദിച്ചു, നീ അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിന്റെ തെളിവ് എന്താണ് എന്ന് ചോദിച്ചു. സ്വാലിഹ് നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു തആല തെളിവായിട്ട് കൊടുത്തത് എന്താ? ഒരു സമ്പൂർണമായ ഗർഭിണിയായ ഒരു ഒട്ടകം. നിങ്ങൾ നോക്കുക, ആ പർവ്വതത്തിന്റെ മുകളിൽ ആ പാറ പിളർന്ന് ഒരു പൂർണ്ണ ഗർഭിണിയായ ഒട്ടകം പുറത്തു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആ ദൃഷ്ടാന്തം അവരുടെ മുമ്പിൽ അല്ലാഹു തആല കാണിച്ചു കൊടുത്തു എന്നാണ്. അത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവന്മാരുടെ അഹങ്കാരത്തിന്റെ വലിപ്പം ഖുർആൻ പറയുന്നുണ്ട്. വസമൂദല്ലദീന ജാബു സഖറ ബിൽ വാദ്, സമൂദ് ഗോത്രക്കാര് ജാബു സഖറ ബിൽ വാദ്, അവർ മലഞ്ചെരിവുകളിൽ പാറ തുരന്ന് വീടുണ്ടാക്കിയ ആളുകളാണ്. പോയിട്ടുണ്ടാ? അൽവലയിൽ പോയിട്ടുണ്ട്? നിങ്ങൾ പോയിട്ടുണ്ടല്ലേ? അൽവലയിൽ പോയിട്ടുണ്ട് അല്ലേ? ആ പാറ തുരന്ന സംഭവത്തെ പറ്റി തഫ്സീറുകൾ നോക്കിയാൽ കാണാം. അത് അന്നത്തെ കാലത്ത് ആയുധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടല്ല അവർ തുരന്നത് പോലും, അവരുടെ കൈ കൊണ്ടാണ് അവർ തുരന്നിരുന്നത് എന്ന് പറയുമ്പോൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. കാരണം ആയുധങ്ങൾ ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അത് ശിലായുഗത്തിന്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ കൈകൾ കൊണ്ട് പാറ തുരന്നു ഭവനങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ കഴിയും. ഇപ്പം എല്ലായിടത്തും അലൗഡ് അല്ല, മുമ്പ് അലൗഡായിരുന്നു. ഫസ്റ്റിലൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കയറാം, കാണാം ഒക്കെ പെർമിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഒരുപാട് നിബന്ധനകൾ വന്നു, കാരണം ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അത് മാറി. അവിടെ പാറകൾ തുറന്ന് ഭവനങ്ങൾ ഉണ്ടാക്കിയ ഈ പ്രദേശത്തുള്ള ആളുകൾ അത്രയും ശക്തന്മാരായിരുന്നു. നല്ല കലാപരമായ വർക്കുകൾ ചെയ്യാൻ കഴിവുള്ള ആളുകൾ. അവരുടെ മുമ്പിലേക്കാണ് അള്ളാഹു ഈ ദൃഷ്ടാന്തം കൊടുക്കുന്നത്. പക്ഷേ അവരെന്താ ചെയ്തത്? അതിനെ നിഷേധിച്ചു. നിഷേധിക്കുന്നത് വേറെ രീതിയിലല്ല. അള്ളാഹുവിന്റെ കൽപ്പന വന്നു, നിങ്ങൾ ദൃഷ്ടാന്തം വേണമെന്ന് പറഞ്ഞു, ദൃഷ്ടാന്തം തന്നു. ഇത് അള്ളാഹുവിന്റെ ഒട്ടകമാണ്, നാഖത്തുല്ലാ, അള്ളാന്റെ ഒട്ടകമാണ്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ ഒട്ടകത്തിന് വെള്ളം കുടിക്കാൻ ഒരു ദിവസം നിങ്ങൾ കൊടുക്കണം. ഒരു വലിയ ജലക്കെട്ടാണ്, വെള്ളക്കെട്ടാണ്. ഒരു ദിവസം അത് വെള്ളം കുടിക്കും. ഒരു ദിവസം നിങ്ങൾക്കും വെള്ളം എടുക്കാം. ഒന്നിരാടം ഇടവിട്ട് വെള്ളം എടുക്കണം. അത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പൊ അവരിൽപ്പെട്ട വിദഗ്ധരായ ആൾക്കാർ, അവര് സഭ കൂടിയ ഒരു പ്രദേശമുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ടൂറിസ്റ്റുകളൊക്കെ പോകുമ്പോൾ ആദ്യം കൊണ്ടുപോകുന്നത് അവരുടെ സഭാ ഹാളിലേക്കാണ്. ഒരു സഭാ ഹാള്, അതായത് ഇങ്ങനെ ഒരു പാറയുടെ ഇടയൊക്കെ കാണാൻ കഴിയും. ചെറിയ ഇടയൊക്കെയുള്ള ഒരു വലിയൊരു ഹാളിൽ അവിടെയാണ് അവർ സഭാ ഹാള്. അവരവിടെ കൂടിയിരുന്ന് തീരുമാനിച്ചു. അവരിൽ നിന്ന് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായ ആ ഒട്ടകത്തിനെ അവരറുത്തു. ഇതാണ് സംഭവം. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 3 ദിവസം സമയമുണ്ട്, നിങ്ങൾ പിന്തിരിഞ്ഞു കൊള്ളണം ഈ അക്രമത്തിൽ നിന്ന്, ഈ തോന്നിയാസത്തിൽ നിന്ന്. അതല്ലെങ്കിൽ അള്ളാന്റെ ശിക്ഷ ഇറങ്ങും. 2ാമത്തെ ദിവസം അവസാനിച്ച് 3ാമത്തെ ദിവസം ആരംഭിക്കുമ്പോൾ ആകാശത്ത് കാർമേഘം ഉരുണ്ടുകൂടാൻ തുടങ്ങി. കാർമേഘം ഉരുണ്ടുകൂടിയപ്പോ അവര് പറഞ്ഞ വർത്താനം എന്താണെന്നറിയാമോ? ഇവിടെ എപ്പോഴും ധാരാളം മഴ കിട്ടുന്നതല്ലേ, നമുക്ക് മഴ കിട്ടാറായി എന്ന് പറഞ്ഞു. ഇല്ലാണ്ട് അള്ളാന്റെ ശിക്ഷയൊന്നുമല്ല വരാൻ പോകുന്നത്. പക്ഷേ അലൈഹിം റബ്ബുഹും ബിദംബിഹിം, അവരുടെ ഈ പാപത്തിന്റെ ഫലമായി റബ്ബ് സുബ്ഹാനഹു വ തആല അവരിൽ എന്ത് ചെയ്തു? ഒരു ഘോരമായ ശബ്ദം, ഒറ്റ ശബ്ദമായിരുന്നു. ആ ശബ്ദത്തിൽ അവർ എന്ത് ചെയ്തു? ഭൂമിയിൽ മുട്ടുകുത്തി വീണു, നിലത്ത് മുട്ടുകുത്തി വീണ് അവർ മരണപ്പെട്ടു എന്നാണ്. ഇനി ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ,
അവിടെയൊക്കെ ഇപ്പൊ പോയാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ബെയ്ത്ത് എന്നല്ല, ദാറ് എന്നല്ല. വീടിന് ദാറെന്നും പറയും, ബെയ്ത്ത് എന്നും പറയും. ദാർ എന്ന പേരും ബെയ്ത്ത് എന്ന പേരും അവിടെ എഴുതി വെച്ചിട്ടില്ല. അതിൻ്റെ അവിടെയൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവരുടെ ഖബറിടങ്ങൾ എന്നാണ്. അവര് എവിടെയാണോ മരിച്ചു വീണത് അവരുടെ വീടുകളില, അവിടെ തന്നെ അവരെ മറവ് ചെയ്തു, അവിടെ തന്നെ അവർ എന്ത് ചെയ്തു, മറവ് ചെയ്യപ്പെട്ടു, ഭൂമിയിൽ അവരാണ്ടു. ഇനി ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും മനോഹരമായ ആ പ്രദേശം, അവിടെ പോയി കണ്ടറിയാലോ, ഭംഗിയാണല്ല ആ പ്രദേശത്ത്. അതിനുശേഷം ഇന്ന് വരെ ഒരു മനുഷ്യനും താമസിച്ചിട്ടില്ലാന്നതാണ്. ഒരാളും അവിടെ ഇപ്പൊ താമസിച്ചിട്ടില്ല. ഇത്രയും എന്ത് ഭംഗിയെന്നറിയാം അവിടെ കാണാൻ. ആ പ്രദേശത്ത് ഇന്ന് വരെ ഒരു മനുഷ്യനും താമസിച്ചിട്ടില്ല. നമ്മളൊക്കെ ആളുകളോടൊപ്പം പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ ആസ്വാദ്യകരമാണ്. എങ്കിലും ഞങ്ങളൊക്കെ ഫസ്റ്റ് ടൈമിലൊക്കെ പോകുമ്പോൾ ഇതേപോലത്തെ നിയന്ത്രണങ്ങളൊന്നുമില്ല. ഞാനും ഒരു ഡ്രൈവറും ഇത്ര ഉണ്ടാകുള്ളൂ. അങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെ ചെന്ന് അതിൻ്റെ ഉള്ളിൽ കയറി കാണാനുള്ള ധൈര്യമില്ലായിരുന്നു. ഒരു തരം മുഴക്കായിരിക്കും, ഒരു തരം ഏങ്ങിക്കരച്ചിൽ, അത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും അവിടെ. ഇന്ന് ആൾക്കൂട്ടത്തോടുകൂടെ പോകുമ്പോൾ കയറി കാണാൻ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അന്നൊന്നും ഞങ്ങൾ പോയിട്ട് ഉള്ളിലൊന്നും കയറി കണ്ടിട്ടില്ല, കാണാൻ ധൈര്യമില്ലായിരുന്നു. നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ വിഷയങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഇടപെടുക എന്നുള്ളത് അല്ലാഹു തആല നടത്താറുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു വിഷയമുണ്ട്. നമ്മൾ ആദർശപരമായിട്ട് ഒന്ന് സ്ട്രോങ് ആകണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ കഴിഞ്ഞ കാലയളവിൽ, വളരെ കുറഞ്ഞ കാലയളവിൽ, നമ്മൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളിൽ നല്ലൊരു വിഭാഗം ആളുകളും കുറെയൊക്കെ ആദർശ ചിട്ടയിലേക്ക് മടങ്ങാൻ തുടങ്ങി. ഇങ്ങനെയൊന്നും ആയാ പോരാ. കാരണം നമുക്ക് നേരെ ശത്രുക്കൾ എല്ലാ അർത്ഥത്തിലും ഒന്നായിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, ഉന്മൂലനാശം വരുത്താൻ വേണ്ടി അവർ തയ്യാറായിരിക്കുന്നു. ഇനിയും നമ്മൾ ആദർശപരമായി നിലകൊണ്ടില്ല എങ്കിൽ അത് നമ്മളെ ഇല്ലായ്മ ചെയ്യും എന്നതിലേക്ക് എത്തും എന്ന് കുറച്ചൊക്കെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ആ ചിന്തയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രാർത്ഥനകൾ ഉണ്ടായി, അല്ലേ? മിമ്പറുകളുടെ മുകളിൽ പറയാൻ മടിച്ചിരുന്ന വിഷയങ്ങൾ ധൈര്യമായിട്ട് പറയാൻ തുടങ്ങി. പള്ളികളിൽ പറയാൻ മടിച്ചിരുന്ന വിഷയങ്ങൾ ധൈര്യമായി പറയാൻ തുടങ്ങി. ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ മാറ്റം ചെറിയൊരു മാറ്റമാണ് എങ്കിൽ ആ ചെറിയ മാറ്റത്തിൻ്റെ ഒരു അനുഭവമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. പൂർണ്ണമായിട്ടും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ ഒരു ഇടപെടൽ, ഒരു സഹായം വന്നു എന്നല്ല അതിനർത്ഥം. മറിച്ച് അല്ലാഹു നമുക്കൊരു ആശ്വാസം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഒരു മൃഗീയ ഭൂരിപക്ഷമായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഒരു സമാധാനം, ഇന്ന് അനുഭവിക്കുന്ന ഒരു സമാധാനം കിട്ടൂല. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഭരണഘടന തിരുത്തുക, അതേപോലെ നമ്മളെ ഇല്ലായ്മ ചെയ്യുക, നമ്മളൊരു പക്ഷത്ത് കൂടിയേ പറ്റൂ എന്നുള്ളതിലേക്ക് മുസ്ലിമീങ്ങൾ എത്തി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പൊളിറ്റിക്സ് നമ്മുടെ ഇസ്ലാമാണ്, നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ ഇസ്ലാമാണ്. പക്ഷെ ഇസ്ലാമിലുള്ള രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു ചിഹ്നത്തിനെ അംഗീകരിക്കുക എന്നുള്ളതല്ല ഇസ്ലാമിന്റെ പൊളിറ്റിക്സ്. ഇസ്ലാമിന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് ആദർശപരമായി സപ്പോർട്ട് ചെയ്യുന്നവർ ആരാണോ അവരുമായിട്ട് പരമാവധി സഹകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പൊളിറ്റിക്സ്. ഇപ്പൊ നമ്മുടെ ആളുകളൊക്കെ മുമ്പൊക്കെ ചിന്തിച്ച് ഇസ്ലാമിക രാഷ്ട്രീയം എന്ന പേരിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാക്കണം. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായി, ഇല്ലേ? മുസ്ലിമീങ്ങളുടെ പേരിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ആദ്യം ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ഭിന്നിച്ചു പോയി ഉണ്ടായ ആൾക്കാരാണ്, അങ്ങനെ ഉണ്ടായ ആളുകളാണ്. അതുമൂലം എന്തുണ്ടായി? നമ്മൾ പല ചേരികളിലായി, ചിഹ്ന ഭിന്നമായി, പല ഗ്രൂപ്പുകളായി. നമുക്ക് ഇസ്ലാം നൽകുന്ന പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ
രാഷ്ട്രീയപരമായി നമ്മളെ ആദർശപരമായി പിന്തുണയ്ക്കുന്നവർ ആരാണോ അവരോടൊപ്പം നമ്മൾ ചേരുക. അത്രേ ഉള്ളൂ. അത് ആരായാലും. ഇപ്പോ ഇസ്ലാമിക ചരിത്രത്തിലെ മക്ക കാലഘട്ടം ഏറ്റവും പ്രയാസം നിറഞ്ഞൊരു കാലഘട്ടമാണ് മക്ക കാലഘട്ടം. ഈ മക്ക കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാനിലെ 26-ാമത്തെ ആയത്ത് അവതരിച്ചൊരു സാഹചര്യം ഉണ്ടായി. ആലി ഇമ്രാനിലെ 26-ാമത്തെ ആയത്ത് ഞാൻ മുമ്പ് ഇവിടെ ഓതിയിട്ടുണ്ട്, നമുക്കറിയുന്ന ആയത്താണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക മൻ തശാഅ വതൻസിഉൽ മുൽക മിമ്മൻ തശാഅ വതുഇസ്സു മൻ തശാഅ വതുദില്ലു മൻ തശാഅ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ആയത്ത് ആലി ഇമ്രാനിലെ 26-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് ഇറങ്ങാൻ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? പറയൂ അല്ലാഹുമ്മ, അല്ലാഹുവേ, മാലിക്കൽ മുൽക്ക്, അധികാരികളുടെ അധികാരിയായ അല്ലാഹുവേ, തുഅത്തിൽ മുൽക മൻ തശാഅ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം കൊടുക്കും. നമ്മുടെ അഖീദ അതാണ്, നമ്മുടെ വിശ്വാസം അതാണ്. ഇവിടെ അധികാരം അവന് കൊടുക്കണം, ഇവന് കൊടുക്കണം എന്നത് അള്ളാന്റെ തീരുമാനമാണ്, നമ്മുടെ തീരുമാനമല്ല. ഞങ്ങളല്ല വോട്ട് ചെയ്തിട്ടാണ് ഇവരൊക്കെ ജയിച്ചത്, അല്ല. കാരണം ഈ ഭൂമിയുടെ അവകാശി അള്ളയാണ്, ഉടമസ്ഥൻ അള്ളാഹുവാണ്. ഈ ഭൂമിയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ രീതിയിൽ, അതായത് അവനെ അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ രീതിയിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതിൽ പരീക്ഷണം ഉണ്ടാകാം, നിഅമത്തുണ്ടാകാം, എല്ലാം ഉണ്ടാകാം. ഇവിടെ ആര് ഭരിക്കണം എന്നുള്ളത് റബ്ബിന്റെ തീരുമാനമാണ്. മാലിക്കൽ മുൽക്കായ അള്ളാഹുവേ, തൂത്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം കൊടുക്കും. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം എടുത്തു കളയുകയും ചെയ്യും. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം കൊടുക്കും. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ തരം താഴ്ത്തും. ബിയദിക്കൽ ഖൈർ, ഖൈർ നിന്റെ കയ്യിലാണ്. ഈ ആയത്ത് ഇറങ്ങുമ്പോ ഒരു സംഭവം ഉണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ലമ്മ ഇഫ്തതഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വഅദ ഉമ്മതഹു മലിക് ഫാരിസ് വറൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, നിങ്ങൾക്ക് പേർഷ്യയും റൂമും നിങ്ങളുടെ അധീശാധിപത്യത്തിലേക്ക് വരും. പേർഷ്യയും റൂമും വരും. അപ്പൊ പേർഷ്യയും റോമും അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ നാടൻ ഭാഷയെ പറഞ്ഞാല് അമേരിക്കയും അതുപോലെ വേറെ ഏതെങ്കിലും വലിയ രാജ്യം, ബ്രിട്ടനോ അതല്ലെങ്കിൽ അതുപോലത്തെ വേറൊരു രാജ്യം, വലിയൊരു രാജ്യം, അത് നിങ്ങളുടെ അധികാര പരിധിയിലേക്ക് വരിക, നിങ്ങൾ അതിന്റെ അധികാരികളായി തീരുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഫീൽ ഏതാണോ അതാണ് അന്നത്തെ കാലത്ത് പേർഷ്യയും റോമും അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആ സമയത്ത് ആണ് മുഅ്മിനീങ്ങളെ കളിയാക്കിക്കൊണ്ട് അവിശ്വാസികളായ ആളുകൾ പറഞ്ഞു, ഹൈഹാത്ത ഹൈഹാത്ത മിൻ ഐനലി മുഹമ്മദ് മലിക് ഫാരിസ് വറൂം. എന്താ കണ്ടില്ലേ മുഹമ്മദിന്റെ അഹങ്കാരം? ഇപ്പൊ പേർഷ്യയുടെയും റോമിന്റെയൊക്കെ അധികാരം കിട്ടണമെന്നാണ്. ആ സമയത്താണ് ഈ ആയത്തിന്റെ അവതരണം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക മൻ തശാ. ഈ അവതരണത്തിന്റെ മുമ്പുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, പേർഷ്യയും റോമും ആ കാലഘട്ടത്തിൽ രണ്ട് വലിയ വൻ ശക്തികളാണ്. അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പേർഷ്യ റോം എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടം. പേർഷ്യക്കാർക്കും റോമുകാരെ സംബന്ധിച്ചിടത്തോളം അറേബ്യ എന്നുള്ളത് അവർക്കൊരു ഏരിയേ അല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ യുദ്ധം ചെയ്ത് കീഴടക്കിയ റോമക്കാരും പേർഷ്യക്കാരും അവരുടെ മിലിറ്ററികളെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരൊറ്റ രാജ്യം, ഈ രണ്ട് രാജ്യങ്ങൾ ഒരു രാജ്യവും അറേബ്യയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്താ കാരണം? അതിന് പറ്റിയവരല്ല ഇവര്. അറേബ്യയിലേക്ക് വരാൻ അതിന് പറ്റുന്ന യോഗ്യത പോലും ഇല്ല അറേബ്യകൾക്ക്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തില് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പീഡനം വർദ്ധിച്ചൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ
മുസ്ലിമീങ്ങൾക്ക് അവർ റോമിനോടൊപ്പം ചേർന്നൊരു കാര്യം, പേർഷ്യയും റോമും യുദ്ധം നടക്കുക, അപ്പോൾ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു? റോം പക്ഷത്ത് ചേർന്നു. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഇസ്ലാമിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതാണ്. എന്താ റോം പക്ഷത്ത് ചേരാൻ കാരണം? മുസ്ലിമീങ്ങൾക്ക് ആദർശപരമായിട്ട് റോമക്കാരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്നുമില്ല. പക്ഷേ റോമിലെ ആളുകൾക്ക് മുസ്ലിമീങ്ങളുടെ ആദർശ വിഷയത്തിൽ എതിർപ്പില്ലായിരുന്നു, അവരുടെ ശത്രുതയില്ലായിരുന്നു. അവർ ആ ആദർശവുമായിട്ട് ജീവിച്ചോട്ടെ, അതിന് കുഴപ്പമില്ല എന്ന നിലപാടുകാരായിരുന്നു. പേർഷ്യക്കാരങ്ങനെയല്ല. മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യണം, ഈ ആദർശം ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതായിരുന്നു. മുശ്രിക്കുകൾ പേർഷ്യക്കാരുടെ ഭാഗത്ത്, മക്ക മുശ്രിക്ക് പേർഷ്യക്കാരുടെ ഭാഗത്തായിരുന്നു. എന്നാൽ ഈ ഒരു സിറ്റുവേഷൻ നിലനിന്നിരുന്ന സമയത്ത് മുസ്ലിമീങ്ങൾ റോമക്കാരോടൊപ്പവും മറ്റുള്ളവർ പേർഷ്യക്കാരോടൊപ്പം നിലനിന്ന് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ ആ യുദ്ധത്തിൽ പേർഷ്യ റോമിനെ കടന്നാക്രമിച്ച് റോം മൊത്തം തകർത്ത് എന്ത് ചെയ്തു? റോമിന്റെ അധീശാധിപത്യം പേർഷ്യയുടെ കയ്യിൽ കിട്ടി. പേർഷ്യയുടെ കയ്യിൽ റോമിന്റെ അധീശാധിപത്യം കിട്ടിയപ്പോൾ മുസ്ലിമീങ്ങൾക്ക് ചെറിയ പ്രയാസം ഉണ്ടായി. കാരണം ഒന്ന്, അവരെ അനുകൂലിച്ചിരുന്ന പാർട്ടിക്കാർ തോറ്റു. രണ്ട്, പേർഷ്യക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മുശ്രിക്കുകൾ മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ ഒരായത്താണ്, ഒരധ്യായം, സൂറത്തുർ റൂം. റൂമിന്റെ അവതരണം അള്ളാഹു പറഞ്ഞു, ഒലിബത്തുർ റൂം, റോം പരാജയപ്പെട്ടു. എന്നാൽ ഫി അദിനൽ അർള്, അദിനൽ അർള് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടുത്ത സ്ഥലം, ഈ നാടിന്റെ അടുത്ത സ്ഥലം എന്നർത്ഥമുണ്ട് അദിനൽ അർള്. വേറൊരർത്ഥമുണ്ട് ഭൂമിയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം. ഏതായാലും ഭൂമിയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് വെച്ച് മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, ഈ പരാജയത്തിന് ശേഷം റോം വിജയിക്കുക തന്നെ ചെയ്യും. ഖുർആന്റെ അത്ഭുതകരമായ പ്രവചനാണത്. ഒരു തരത്തിലും മടങ്ങി വരാനുള്ള ഒരു സാധ്യതയും റോമിനില്ല. അത്രയധികം അവരെ സൈനികമായും സാമ്പത്തികമായും എല്ലാ തരത്തിലും അവരെ തകർത്തു കളഞ്ഞു പേർഷ്യ. ആ സമയത്താണ് ഈ ആയത്തിന്റെ അവതരണം. റോം പരാജയത്തിന് ശേഷം വിജയത്തിലേക്ക് തിരിച്ചു വരും. എത്ര കൊല്ലം കൊണ്ട്? ഫീ ബിളഇ സിനീൻ, ബിളഇ സിനീൻ കൊണ്ട്. എന്നെങ്കിലും എന്നല്ല പറഞ്ഞത്, ബിളഇ സിനീൻ. ബിളഇ എന്ന് പറഞ്ഞാൽ അറബികൾ പൊതുവെ ഉപയോഗിക്കുന്നത് 3-ന്റെയും 10-ന്റെയും ഇടയിലുള്ള സംഖ്യക്ക എന്ന് പറഞ്ഞാൽ അറ്റം പിടിച്ചാൽ 10 കൊല്ലത്തിനുള്ളിൽ. അന്നത്തെ കണക്കൂട്ട് പ്രകാരം 100 കൊല്ലം കഴിഞ്ഞാലും തിരിച്ചു വരില്ല. ഈ ആയത്തിന്റെ അവതരണം ഉണ്ടായി. ഈ അവതരണത്തിന് ശേഷം പിന്നീട് കാലം കഴിഞ്ഞു. മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം ഹിജ്റയുടെ 2-ാം വർഷം ആണ് എന്ത് ചെയ്യുന്നത്? ബദർ യുദ്ധം നടക്കുന്നത് അല്ലേ? ഇവിടെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഹിജ്റയുടെ 2-ാം വർഷം ബദർ യുദ്ധം നടക്കുമ്പോൾ അല്ലാഹു തആല ആ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് ഈ പ്രകാരമാണ്: ഫീ ബിളഇ സിനീൻ ലില്ലാഹിൽ അംറു മിൻ ഖബൽ വമിൻ ബഅദു വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ. റോം പേർഷ്യയെ കീഴടക്കി റോം ജയിക്കുന്ന അന്ന് മുസ്ലിമീങ്ങൾ സന്തോഷിക്കും. നിങ്ങൾ പോയിന്റ് നോട്ട് ചെയ്യണം. റോം ജയിക്കുന്ന അന്ന് മുസ്ലിമീങ്ങൾ സന്തോഷിക്കും. ഇതാണ് ഖുർആന്റെ പ്രവചനം. ബിനസ്രില്ലാഹി യൻസുറു മൻ യശാ, അള്ളാന്റെ സഹായം കൊണ്ടായിരിക്കും മുസ്ലിങ്ങൾ സന്തോഷിക്കുക. ഈ ആയത്ത് ഓതുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? റോമിനെ അള്ളാഹ് സഹായിക്കും, പേർഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടി എന്നല്ലേ നമുക്ക് തോന്നുക. എന്നാ കണ്ടോ, ഹിജ്റയുടെ 2-ാം വർഷമാണ് ബദർ യുദ്ധം നടക്കുന്നത്. ബദർ യുദ്ധം നടക്കുന്ന അന്ന് മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടായി. എന്നാൽ
പേർഷ്യയെ റോം തകർക്കുന്നതും ബദർ യുദ്ധം നടന്ന അന്ന് തന്നെ റമദാൻ 17-നാണ്. അതേ ദിവസം തന്നെയാണ് പേർഷ്യയെ റോം തകർക്കുന്നത്. റോം വിജയിച്ചു. സത്യത്തിൽ റോമിന്റെ വിജയത്തിന്റെ പേരിലാണ് മുസ്ലിങ്ങൾ സന്തോഷിച്ചത് ആണോ? അല്ല. മുസ്ലിങ്ങൾ സന്തോഷിച്ചത് അവരുടെ വിജയത്തിന്റെ പേരിലാണ്. അള്ളാന്റെ സഹായം ഉണ്ടായത് എവിടെയാ? ഇവിടെ ഉണ്ടായത്, ബദറിലാണ് ഉണ്ടായത്. പക്ഷേ അള്ളാഹു തആല ഇതിനങ്ങോട്ട് ബന്ധിപ്പിക്കുക വല്ലാത്തൊരു ബന്ധാണത്. അവിടെ ഖുർആനിൽ പറഞ്ഞ ഫീ അദ്നൽ അർള് എന്ന പ്രയോഗം, ഭൂമിയുടെ താഴ്ന്ന പ്രദേശം എന്നുള്ളത്, ആ യുദ്ധം നടന്നത് ചാവ് തടാകത്തിന്റെ തീരത്ത് വെച്ചാണ്. പേർഷ്യയും റോമും തമ്മിൽ ഏറ്റുമുട്ടിയത് ഡെഡ് ചാരത്ത് വെച്ച. ഡെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നിട്ട് 423 മീറ്റർ താഴെയാണ്, ഏറ്റവും താഴെ, ഭൂമിയുടെ താഴെ പ്രദേശത്ത് വെച്ചിട്ടാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ ഒരു പ്രവചനമാണ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ചരിത്രങ്ങൾ മൊത്തം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം, റബ്ബിന്റെ ഇടപെടൽ, ആ ഇടപെടലിന്റെ രീതി എപ്രകാരമാണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഈ പറഞ്ഞ ഭാഗങ്ങൾക്കെല്ലാം വിശുദ്ധ ഖുർആന്റെ വിശദീകരണം എന്ന രീതിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ അല്ലാഹു ഫീ അദ്നൽ അർള് എന്ന് പറഞ്ഞത്, ഇന്ന ഹാദൽ മഅരികത വഖഅത ഫീ ഉർദുൻ വ ഫലസ്തീൻ, ഫിലസ്തീന്റെയും ജോർദാന്റെയും ഇടയിൽ വെച്ചാണ് ഈ യുദ്ധം നടക്കുന്നത്. ഫലസ്തീന്റെയും ജോർദാന്റെ ഇടയിലാണ് ഏതുള്ളത്? ചാവ് തടാകം ഉള്ളത്. ഉലമാക്കൾ പറയുന്നു, ഇന്നൽ മഖ്സൂദ ഹുവ അഹ്ഫദു വ അദ്നാ മക്കാന മിൻ മുസ്തവി സത്രിൽ ബഹർ വഹുവ ബഹറുൽ മയ്ത്. ഈ യുദ്ധം നടന്നത് ബഹറുൽ മയ്ത്, ഡെഡ് സീയുടെ അടുത്ത് വെച്ചിട്ടാണ് ഈ യുദ്ധം നടന്നത് എന്ന് പറയുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഇടപെടൽ, അള്ളാഹുവിന്റെ ആശ്വസിപ്പിക്കൽ, അതെല്ലാം ഒരു പ്രത്യേക രീതിയിൽ മുഅ്മിനീങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റാണ്. നമ്മൾ ആദർശ വിഷയത്തിൽ ശക്തരായി നിലകൊള്ളണം. ആദർശ ബന്ധത്തിനായിരിക്കണം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതല്ലാതെ കണ്ട് വ്യക്തിബന്ധങ്ങൾക്കോ രാഷ്ട്രീയ ബന്ധങ്ങൾക്കോ അല്ല. പാർട്ടികൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എന്തില്ല? പരലോക ആദർശം ഇല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല. ഇന്ത്യ രാജ്യത്ത് മത്സരിച്ച ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പരലോകത്ത് കൂലി കിട്ടാൻ വേണ്ടി മത്സരിച്ചവരുണ്ടാവോ? ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിലനിൽപ്പിനായി പാടുപെടുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകൾ ഇതിന്റെ നിലനിൽപ്പിന് വേണ്ടി ആരാണോ നമ്മളെ സഹായിക്കുന്നവർ, അവരോടൊപ്പം നമ്മൾ നിലകൊള്ളും. അതാണ് നമ്മുടെ നിലപാട്. അങ്ങനെ നിലകൊള്ളുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ലാ ഇലാഹ ഇല്ലല്ലയെ തകർക്കാൻ വരുന്ന ആൾക്കാർ കൂട്ടത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അവരോടൊപ്പം നമുക്ക് നിലകൊള്ളാൻ കഴിയില്ല. ഇസ്ലാമിന്റെ ശത്രുക്കളായി ഖുർആൻ പരിചയപ്പെടുത്തിയ ഫിർഔൻ, ഹാമാൻ, ഖാറൂൻ എന്ന ആ 3 പരമ്പര, ആ 3 ടീം, അത് എല്ലാ കാലഘട്ടത്തിലും തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ സമാധാനമായി എന്ന് കരുതി വിശ്രമിക്കാറായോ നമ്മൾ? ഇല്ല, നമ്മൾ വിശ്രമിക്കാറായിട്ടില്ല. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കയറി നിൽക്കാനുള്ള ഒരു ഇടം മാത്രമാണ്, ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മളുടെ ദഅവത്തിനെ ശക്തിപ്പെടുത്തണം. അതേപോലെ നമ്മുടെ ആദർശ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണം, ആദർശ പഠനങ്ങൾ ശക്തിപ്പെടുത്തണം. അങ്ങനെ നമ്മൾ നമ്മുടെ ആദർശപരമായ ഒരു കൃത്യമായ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ടുള്ള വിജയം അല്ലാഹു തആല തരുള്ളൂ. അതല്ലാതെ കണ്ട് വേറൊരു വിഷയം കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ഈ പറയപ്പെട്ട ഒരാളെയും പോയിട്ട് തവക്കുലാക്കാൻ നിൽക്കുകയും വേണ്ട, ആരെയും തവക്കുലാക്കാൻ നിൽക്കണ്ട. ഇത് റബ്ബ് നമുക്ക് സന്തോഷിക്കാനുള്ള ചെറിയൊരു അവസരം തന്നിരിക്കുകയാണ്. നമ്മൾ റബ്ബിലേക്കാണ് തവക്കുലാക്കേണ്ടത്, അവനിലേക്കാണ് എല്ലാം മടക്കേണ്ടത്. ഇപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പരാമർശിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും ശക്തമായ പരാമർശം ഏതായിരുന്നു? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം പരാമർശിക്കുന്നിടത്ത് ഏറ്റവും
ശക്തമായി ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ തവക്കുലാണ്. ആ തവക്കുലിന്റെ ആഴമാണ് എല്ലായിടത്തും കാണിച്ചു തരുന്നത്. വൈദ്ബത്തല ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ എന്ന് പറയുന്ന ഇടങ്ങളിലൊക്കെ റബ്ബ് പരീക്ഷിച്ചു എന്ന് പറയുമ്പോഴൊക്കെയും ആ പരീക്ഷണങ്ങൾ പൂർണ്ണമായും അതമ്മഹുന്ന അദ്ദേഹം അത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞതിന്റെ വിശദീകരണത്തിൽ കാണാം അദ്ദേഹം തവക്കുലാക്കി എന്നുള്ളതാണ് കാണുന്നത്. ഹാജറയെയും ഇസ്മായിലിനെയും മക്കയിൽ നിർത്തി പോകാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായപ്പോ അള്ളാന്റെ കൽപ്പന ഉണ്ട്, ഞാൻ പോകാണ്, നമുക്കങ്ങനെ പോകാം, നിൽക്കാമെന്ന മുഷാവറയൊന്നുമില്ലല്ലോ. ഹാജറിനെയും കൂട്ടി ഇസ്മായിലിനെയും കൂട്ടി അവിടെ കൊണ്ടുപോയി ആക്കിയതിന് ശേഷം തിരിച്ചു നടക്കുന്ന സ്ഥലത്ത്, ഇന്നത്തെ മറ്റേ മിസ്ഫലയിലെ ആ ശാരി ഹിജ്റ ആ ഭാഗം, അങ്ങോട്ടേക്ക് തിരിച്ചു നടക്കുക. ശാരി ഹിജ്റയുടെ ഭാഗത്തേക്ക് തിരിച്ച് അദ്ദേഹം നടന്ന് ആ കുന്ന് കയറുമ്പോഴാണ് ഹാജറ ചോദിക്കുന്നത്, ഇലാമൻ തക്കൽന യാ ഇബ്രാഹിം, ആരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്? അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. അത് നമ്മളുടെ എല്ലാം തവക്കുലിന്റെ ഒക്കെ ആഴം അറിയണമെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളൊന്ന് അഭിമുഖീകരിച്ച് നോക്കണം. അപ്പൊ നമുക്കറിയാം നമ്മുടെ തവക്കുലിന് എത്ര കനമുണ്ടെന്നുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത്. അപ്പോഴാണ് ചോദിക്കുന്നത്, ഇലാമൻ തക്കൽന യാ ഇബ്രാഹിം. ചോദ്യത്തിന് മറുപടി ഇല്ല എന്ന് മനസ്സിലാക്കി ഹാജറ അദ്ദേഹം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ബോധ്യപ്പെട്ടപ്പോ ഹാജറ ചോദിച്ചു, ആ അള്ളാഹു അമറക്ക്, അള്ള പറഞ്ഞിട്ടാണോ? ആ സമയത്താണ് ഇബ്രാഹിം തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, അതെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് എന്ന് പറഞ്ഞത്. അപ്പോ ഹാജറ പറഞ്ഞു, എങ്കിൽ അള്ളാഹു താല എന്ത് ചെയ്യില്ല, ഒരിക്കലും കൈവിടൂല, പോയിക്കൊള്ളാൻ. അപ്പൊ നമ്മള് ഇവരൊന്നും തവക്കുലാക്കണ്ട, ഒരു പാർട്ടീനും തവക്കുലാക്കണ്ട. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മൾ അനുഭവിച്ചു വന്ന മാനസിക പ്രശ്നങ്ങളെക്കാൾ മുകളിലായിരിക്കാം ഒരു പക്ഷെ ഉണ്ടാകാൻ പോവുക. ഒരു പക്ഷെ ഈ പറഞ്ഞ ആൾക്കാർ മുഴുവൻ നമുക്കെതിരായിട്ട് നിൽക്കാം. ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ആരെയും തവക്കുലാക്കണ്ട. റബ്ബ് നമ്മുടെ കൽബിലേക്ക് ഒരു ആശ്വാസം ഇട്ട് തന്നിട്ടുണ്ട് എങ്കിൽ ആ ആശ്വാസം നിലനിന്ന് കിട്ടാൻ ആവശ്യമായ ആദർശ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ മുമ്പിലേക്ക് ഏറ്റവും പവിത്രമായ ദിവസങ്ങൾ വരാൻ പോവുകയാണ്. പക്ഷെ അത് ഒരുപക്ഷെ നിങ്ങളുടെ ഖത്തീബ് അടുത്ത ആഴ്ച അത് വിശദീകരിക്കുമായിരിക്കും. അയ്യാമുൽ അശ്ർ വരാൻ പോവുകയാണ്. അതായത് ഏറ്റവും പവിത്രമായ 10 ദിനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. വിശുദ്ധ ഖുർആനിൽ വലയാലിൻ അശ്ർ എന്ന് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ 10 ദിനങ്ങളാണ് ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. പരമാവധി റമദാനിനെ കാണുന്നത് പോലെ, റമദാനൊക്കെ നമ്മൾ സജീവമാകുന്നത് പോലെ ഈ ദിനങ്ങൾ, ഈ പവിത്രമായ ദിവസങ്ങളെ നമ്മൾ സജീവമാക്കിയെടുക്കുക. ഈ തവക്കുലിന്റെ പാഠങ്ങൾ അതിലൂടെ നമ്മൾ പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഏതായാലും ഖുർആനിലെ ഈ ചരിത്രങ്ങൾ, ഇത്തരം സംഭവങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കാൻ പാകത്തിനുള്ളതായിരിക്കണം. വെറുതെ ഒരു കഥ കേട്ട് അവസാനിപ്പിക്കുന്ന ലാഘവം നമുക്ക് പാടില്ല എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധമായ അവൻ്റെ ആദർശത്തിൽ ഉറച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഇവിടെ ഒരു ഖുർആന്റെ പഠന പദ്ധതി പരിപാടിയുണ്ട്. വെള്ളിയാഴ്ചയല്ലേ? വെള്ളിയാഴ്ച മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച പറഞ്ഞിരുന്നു, അങ്ങനെയൊക്കെ ഒരു പദ്ധതിയൊക്കെ തുടങ്ങാന്ന് പറഞ്ഞാൽ എല്ലാ മഹല്ലും അത് ചെയ്യുന്നില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇതേപോലെ ക്ലാസ് സംഘടിപ്പിക്കുന്നത് പോലെ മഹല്ലുകളിൽ, പള്ളികൾ ബേസ് ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഭംഗിയായി ഓതാൻ നമ്മൾ ശീലിക്കുക എന്നുള്ളത്, തെറ്റില്ലാതെ ഓതാൻ ശീലിക്കുക എന്നുള്ളത്, നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു ഓതുക എന്നുള്ളത് മാറ്റിയിട്ട് നിയമം പഠിക്കാനുള്ളതൊരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം. അതിന് പ്രായമൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. ഒരായത്തെങ്കിലും തെറ്റില്ലാതെ ഒരു ഖാരിന്റെ മുമ്പിൽ ഓതി കൊടുക്കുക. അങ്ങനെ ഒരു അവസരമാണ് ഇപ്പോൾ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമുക്ക്
യഥാവിധി മനസ്സിലാക്കി പഠിക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കണമെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല ദുആ കൊണ്ട് ഏൽപ്പിച്ച ആളുകൾ നമ്മുടെ എല്ലാം പ്രയാസങ്ങൾ, ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ ദൂരീകരിച്ച് പെരുമാറാകട്ടെ. നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന ഈ ആശ്വാസത്തെ അള്ളാഹു തആല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ഭരണകൂടത്തെ അള്ളാഹു തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.